ഫെൻസിങ് നമ്മൾ ഏത് തരം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചാലും ചില വൈൽഡ് ആനിമൽസ്, ആനയെ പോലുള്ള വൈൽഡ് ആനിമൽസ് അതിനെ തരണം ചെയ്യും. അതിനുള്ള ഒരു ശക്തി അതിന് ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ആദ്യകാലങ്ങളിൽ ട്രെഞ്ചുകൾ ഉണ്ടായിരുന്നു, ആനക്കുഴികൾ ഉണ്ടായിരുന്നു. ആ ട്രെഞ്ചുകൾ ഉണ്ടെങ്കിൽ ഈ ഇലഫന്റ് പ്രൂഫ് ട്രെഞ്ചിനെയും അത് ഇടിച്ച് എവിടെയെങ്കിലും അത് ക്രോസ് ചെയ്ത് അകത്തേക്ക് വരുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഫെൻസ് നമ്മൾ തുടരും. ആദ്യം ഫെൻസ് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു മരം ഫെൻസിലേക്ക് മറിച്ചിട്ട് അതിലൂടെ അത് നടന്നു തുടങ്ങി. പിന്നെ നമ്മൾ കരിങ്കല്ല് കൊണ്ടിട്ട് കരിങ്കൽ സ്റ്റോൺ വാളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ മറികടക്കുന്നു ഈ ആനകൾ വന്നിട്ട് കൊമ്പ് കൊണ്ട് കുത്തി അത് ചെറുതായിട്ട് പൊട്ടിച്ച് അതിനെ നമ്മൾ ഒരു മാർഗം മാത്രം ഇപ്പോൾ പോരാ, ഒരു മൾട്ടി ഡയമെൻഷനൽ ഇതായിട്ട് ഒരു ലേയേഴ്സ് ആയിട്ട് നമുക്ക് വേണ്ടി വരും. അത് ചില സ്ഥലത്ത് കിടങ്ങുകൾ കൂടാണ്ട് തന്നെ ഫെൻസും വേണ്ടി വരുന്നു. ചില സ്ഥലത്ത് നമ്മൾ റെയിൽ ഫെൻസിങ് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഈ എലി ഫെൻസിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്മാർട്ട് ഫെൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇരളം ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻട്രൂഷൻ, മണ്ണിൻ്റെ അടിയിലൂടെ നമ്മൾ കേബിള് വലിച്ച് അത് കടന്നു പോകുമ്പോഴുണ്ടാവുന്ന ആ ഒരു വൈബ്രേഷന് അത് ചെയ്തിട്ട് ഒരു മുൻകൂർ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. PADS ആണ് അതിന് നമ്മൾ പറയുക. ഏറ്റവും സക്സസ്ഫുള്ളും ചിലവ് കുറഞ്ഞതായിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഫെൻസിങ് തന്നെയാണ്. കിഫ്ബിയുടെ ഫണ്ടിങ് വരുന്നുണ്ട്, നബാർഡ് ഫണ്ടിങ്, അതുപോലെ MLA അവരുടെ സ്കീമുകൾ കൊടുക്കുന്നുണ്ട്. വയനാട് പാക്കേജ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ RKVY സ്കീമുണ്ട്. ഇങ്ങനെ വിവിധ സ്കീമുകളിലായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വലിയ ഒരു കുറെ നാളത്തേക്ക് ഇങ്ങനെ പോകില്ല. എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിൽ തന്നെ ഇത് കൺട്രോൾഡ് ആകും. നമ്മുടെ വന്യജീവി പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ പ്രധാനം ഉപയോഗിക്കുന്നത്, നമുക്ക് റെയിൽ ഫെൻസ് ഉണ്ട്, ക്രാഷ് ഗാർഡ് റോ ഫെൻസ് ഉണ്ട്, ആനമതിലുണ്ട്, അതുപോലെ സോളാർ ഫെൻസിംഗ് ഉണ്ട്, പിന്നെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച പ്രതിരോധ മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലെ മൊത്തം പ്രതിരോധ മാർഗ്ഗങ്ങൾ എടുത്താൽ 50 കിലോമീറ്ററിൽ കുറവ് മാത്രമാണ് ഈ പറഞ്ഞ റെയിൽ ഫെൻസും ക്രാഷ് ഗാർഡൊക്കെ ഉള്ളത്. ബാക്കിയുള്ള ഭാഗം മുഴുവൻ, ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോൾ 2400 കിലോമീറ്റർ സോളാർ പവർ ഫെൻസിംഗ് ഉണ്ട്. പുതുതായി 1700 കിലോമീറ്റർ നിർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും കിലോമീറ്റർ ഫെൻസിങ്, അതായത് 95% ഫെൻസിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് വന്യജീവി പ്രതിരോധം. നല്ലൊരു പ്രതിരോധ മാർഗ്ഗം കൂടിയാണ്. ഒന്ന്, എവിടെ വേണമെങ്കിൽ നമുക്ക് നിർമ്മിക്കാം. ഇതിൻ്റെ കോസ്റ്റ് കുറവാണ്. ഒരു കിലോമീറ്റർ വരുന്ന സാധാരണ 5 വരിയായി നിർമ്മിക്കുന്ന 1 കിലോമീറ്റർ ഫെൻസിങ്ങിന് ഒരു 4 ലക്ഷം രൂപ മാത്രമേ ചിലവുള്ളൂ. ഹാങ്ങിങ് ഫെൻസ് ആണെങ്കിൽ അത് 8 ലക്ഷം രൂപയോളം വരും. മറ്റെല്ലാ പ്രതിരോധ സംവിധാനങ്ങളും 1 കിലോമീറ്ററിന് കോടി രൂപയിലേറെ ചിലവ് വരും. സോളാർ ഫെൻസിങ്ങിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപകരണങ്ങൾക്കുള്ള എളുപ്പത്തിൽ വരുന്ന കേടുപാടുകളാണ്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു എനർജൈസർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തകരാറ് സംഭവിച്ചാൽ ആ ഒരു യൂണിറ്റ് തന്നെ, ഇപ്പോൾ 2 കിലോമീറ്റർ വരുന്ന ഒരു യൂണിറ്റ് തന്നെ പ്രവർത്തിക്കാതാവും. ഇത് പരിഹരിക്കാൻ ആ എനർജൈസർ മെയിൻറ്റെയിൻ ചെയ്ത് എത്തിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക, എളുപ്പത്തിലും വില കുറഞ്ഞും ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മിഷൻ ഫെൻസിങ്ങിൻ്റെ ഭാഗമായി നോർത്ത് വയനാട് ഡിവിഷനിൽ നമ്മൾ കേരളത്തിൻ്റെ തന്നെ ആദ്യമായിട്ടൊരു സോളാർ ഫെൻസ് സർവീസ് സെൻറ്റർ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ എനർജൈസറുകളും നമ്മുടെ ഈ നോർത്തേൺ സർക്കിളിലുള്ള 4 ജില്ലകളിൽ ഉപയോഗിക്കുന്ന കേടുവന്ന എനർജൈസറുകൾ, ബാറ്ററിയൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സമയം നമുക്ക് ലാഭമാണ്, നമുക്ക് പൈസ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. ഈ ഫെൻസിങ് വരുന്നതിന് മുമ്പ് ഇവിടെ സീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് കൃഷി, നെല്ല് കതിരാകുമ്പോൾ മുതൽ കൊയ്യുന്നോളം വരെ കിടന്നുറങ്ങാനുള്ള സമയമില്ല, പകുതി തരുവുമില്ല. അതുപോലെ തന്നെ ചക്ക, മാങ്ങ, ഇതാണ് 2 സീസൺ. വന്നു കഴിഞ്ഞാൽ രായും പകലൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത, രാവിലെ 8 മണിക്കൊക്കെ ആരെങ്കിലൊക്കെ വിളിച്ചോ ആനയുണ്ട് നോക്കിയിട്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് മാറി. ഇപ്പോൾ 3 മാസമായി ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട്. ഈ 3 മാസത്തിനിടയ്ക്ക് 2 പ്രാവശ്യമാണ് ഇവിടെ വന്നത്. ഈ ഫെൻസിങ് തുടങ്ങുന്നതിന് മുമ്പ് പണി ഇല്ലാത്ത ക്രാഷ് ഫെൻസിങ് ഇല്ലാത്തതിന് അപ്പുറത്ത് കൂടിയാണ് വന്നിട്ടുള്ളത്. ഈ ഉള്ള സ്ഥലത്ത്
ഇതുവരെ ഈ 3 മാസത്തിനിടയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. വന്നെങ്കിൽ പോലും ആൾക്കാർക്കോ കൃഷിക്കോ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. പരീക്ഷണാടിസ്ഥാനത്തിലെ സൗത്ത് വയനാട് ഡിവിഷനിൽ ചെതലത്ത് റേഞ്ച് ഇർളം ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലാണ് ഇവിടെ ചേലക്കൊല്ലി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. ഏകദേശം 6 മാസത്തോളമായി ഇതിവിടെ സ്ഥാപിച്ചിട്ട്. നമ്മുടെ ഒരു ലാഡർ, കമ്പിക്ക് പകരം ലാഡറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ലാഡർ ആകുമ്പോൾ ഇത് ആന എത്ര തള്ളിയാലും അത് അങ്ങോട്ട് പോകും, എലാസ്റ്റികത പോലെ അങ്ങോട്ട് തള്ളും. ആന തിരിയുമ്പോഴത്തേക്കും ഈ ലാഡർ തിരിച്ച് ആ പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യും. അതിന് കൂടാതെ ഇതിൻ്റെ 2 സൈഡിലും ഈ ഷോക്ക് ലൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആന, വന്യമൃഗങ്ങൾ ഏത് വന്നാലും ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാമറയും ലൈറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 50-60 മീറ്റർ ദൂരം എത്തുമ്പോഴത്തേക്കും ആനകളൊക്കെ വരുമ്പോഴത്തേക്കും ഈ അലാം സിസ്റ്റം സൗണ്ട് ഉണ്ടാക്കുകയും ലൈറ്റ് അടിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ആനകളൊക്കെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വന്നതിന് ശേഷം ഏകദേശം ഈ ഭാഗത്തൂടെ ആന സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. നമ്മളെ നിലവിൽ ഹാങ്ങിങ് ഫെൻസ് ഉണ്ട്, സാധാ ലൈനിലെ ഫെൻസ് ഉണ്ട്. അതൊക്കെ ആന മരം മറിച്ചിട്ടിട്ടും അല്ലെങ്കിൽ കൊമ്പ് കൊണ്ട് മാറ്റിയിട്ടൊക്കെ മറിച്ചിട്ടിട്ട് പോകുന്നുണ്ട്. ഇതുവരെ അങ്ങനെ പൊളിച്ചിട്ടൊന്നുമില്ല.